മണിയോടെ അമൃത ടിവിയുടെ വാഹനത്തിനു നേരെ കല്ലേറുണ്ടായി. ക്യാമറാമാൻ അമർജിത്തിന് പരുക്കേറ്റു. റിപ്പോർട്ടർ ദീപക് ധർമ്മടത്തിനു നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. ഈ സമയം അതുവഴി കടന്നുപോവുകയായിരുന്ന മനോരമ ന്യൂസ് സംഘത്തെയും പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. വാഹനം വളഞ്ഞ സമരക്കാർ താക്കോൽ ഊരിയെടുത്തു. വാഹനത്തിലുണ്ടായിരുന്ന മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ഉണ്ണി കോട്ടയ്ക്കലിന് മർദ്ദനമേറ്റു. ഇത് പകർത്തിയ ഇന്ത്യ വിഷൻ ക്യാമറാമാൻ ഷാഫിയെ സമരക്കാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. വിവരമറിഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർ അനൂപ് കുരുവിള ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി 5 പേരെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ താഴെച്ചൊവ്വയിൽ DSC മിലിറ്ററി ഓഫീസറുടെ വാഹനം സമരാനുകൂലികൾ തടയുന്നത് ചിത്രീകരിക്കുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായത്. മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ, ജയ്ഹിന്ദ് ചാനലുകളിലെ ജീവനക്കാർക്കു നേരെയാണ് കയ്യേറ്റ ശ്രമമുണ്ടായത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ടായിരുന്നെങ്കിലും അക്രമികളെ തടയാൻ പോലീസ് ശ്രമിച്ചില്ല. കൽപ്പറ്റയിൽ ചന്ദ്രിക ഫോട്ടോഗ്രാഫറെ പണിമുടക്ക് അനുകൂലികൾ കയ്യേറ്റം ചെയ്തു. പോസ്റ്റ് ഓഫീസ് ബലമായി അടപ്പിക്കാനെത്തിയ പ്രവർത്തകരുടെ ചിത്രം എടുക്കുന്നതിനിടെയാണ് ഫോട്ടോഗ്രാഫർ സൈനുദ്ദീനെ ഒരു സംഘം മർദ്ദിച്ചത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.